PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇനി വരാനിരിക്കുന്ന ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിലും നോക്കിയിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യപേപ്പറാണ്. PSC അവസാനം നടത്തിയ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ 50 GK ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനാണെങ്കിലും 10th മെയിൻസിനാണെങ്കിലും എല്ലാം തയ്യാറെടുക്കുന്നവർ PSC ലേറ്റസ്റ്റ് ആയിട്ട് നടത്തുന്ന എല്ലാ ചോദ്യപേപ്പറും വർക്കൗട്ട് ചെയ്യേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം PSCയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്, കറണ്ട് അഫയേഴ്സ് ഏതൊക്കെ രീതിക്കാണ് ചോദിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം പേരിലോട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഓരോ ചോദ്യവും ഉത്തരവും നിങ്ങൾ ആദ്യം പഠിക്കുക. അതിൻ്റെ റിലേറ്റഡ് പോയിന്റ്സും കൂടെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ചോദ്യം ഉത്തരം എന്നുള്ള രീതിക്കാണ്. 50 GK ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ആണ് ശരിയായത്. അതായത് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി എന്നുള്ളതും പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനമുണ്ടായി, ഈ 2 സ്റ്റേറ്റ്മെന്റുമാണ് ശരി. അപ്പോൾ ഈ ലാഹോർ കോൺഗ്രസ് സമ്മേളനം PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ചോദ്യം വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായത് 1ഉം 3ഉം ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഖുദായ് ഖിദ്മത് ഗാസ് എന്ന സംഘടനയുടെ സ്ഥാപകൻ, ഖുദായ് ഖിദ്മത് ഗാസ് എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. 1937 പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെന്റ് രൂപീകരിച്ചത്? 1937 പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെന്റ് രൂപീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 7 പ്രവിശ്യകളിലായിട്ടാണ്. പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് ആരാണ്? പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് മുഹമ്മദ് അലി ജിന്നയാണ്. മുഹമ്മദ് അലി ജിന്നയാണ് പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത്. നയി താലിം എന്ന വിദ്യാഭ്യാസ ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നയി താലിം ആരുമായി ബന്ധപ്പെട്ടതാണ്? ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണ്. ഗാന്ധിജി. ഇനി അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരാത്തത് തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചേരാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അതായത് ഭിലായ്. ഭിലായ് എന്ന് പറയുന്നത് ജപ്പാൻ എന്ന് കൊടുത്തിട്ടുണ്ട്, അതാണ് ചേരാത്തത്. ജപ്പാൻ അല്ല അല്ലെ. ബാക്കിയെല്ലാം ശരിയാണ്. ബൊക്കാറോ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ്. ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടു കൂടിയാണ്. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ്. ഭിലായ് ആരുടെ സഹായത്തോടു കൂടിയാണ്? റഷ്യയാണ്. റഷ്യ. ഓക്കെ, റഷ്യയുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഭിലായ് വന്നത്. അടുത്തത്, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത്? SCRTയിലുള്ള ഒരു ഇതാണ് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ദെൻ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് VP മേനോൻ ആണ്. VP മേനോൻ. ഇതും SCRTയിലുണ്ട്. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? VP മേനോൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്? ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്?
ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 3, 4. പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ. പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ. ഇതും SCRT-യിലുള്ളതാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ഓപ്ഷൻ എ ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദ. താഴെ നൽകിയിരിക്കുന്നവരിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നത് ആരാണ്? കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗം ആയിരുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ. ജീവിത സമരം ആരുടെ ആത്മകഥയാണ്? ജീവിത സമരം എന്ന് പറയുന്നത് സി കേശവന്റെ ആത്മകഥയാണ്. ജീവിത സമരം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ആണ് ശരി. അതായത് സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. AG വേലായുധന്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. ഓക്കെ, അപ്പോൾ 1925 സത്യാഗ്രഹം അവസാനിപ്പിച്ചു. 1ഉം 2ഉം ആണ് കേട്ടോ ശരിയായിട്ടുള്ളത്. മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. 1ഉം 2ഉം. സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. 1925 സത്യാഗ്രഹം അവസാനിപ്പിച്ചു. ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന. അടുത്തത്, ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യത്തെ അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ടി പ്രകാശം. ടി പ്രകാശം. ആത്മവിദ്യാസംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത്? PSC സ്ഥിരം ചോദിക്കുന്നതാണ്. ആത്മവിദ്യാസംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്? നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നും കടമെടുത്തതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഓപ്ഷൻ സി അയർലൻഡ് ആണ്. അയർലൻഡ്. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ്. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ്. ഏതാണ്? ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി. ഇതും സ്ഥിരം ചോദിക്കുന്നതാണ്. ഏതു ഭേദഗതിയാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻ എ ആണ് 42ാം ഭേദഗതി. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ഭാഗം PSC സ്ഥിരം ചോദിക്കുന്നതാണ്. ഭാഗം 3. നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഓപ്ഷൻ സി ആണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ്. ഇതും PSC സ്ഥിരം ചോദിക്കുന്നതാണ്. അടുത്തയിടെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഹ്വാസോങ് 12 പരീക്ഷിച്ച രാജ്യം. കറണ്ട് അഫെയർ ആണ്, ശ്രദ്ധിക്കുക. ഹ്വാസോങ് 12 പരീക്ഷിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തര കൊറിയ ആണ്. ഉത്തര കൊറിയ കേട്ടോ. നാട്യശാസ്ത്രം എഴുതിയത് ആരാണ്? നാട്യശാസ്ത്രം എഴുതിയത് ഭരതമുനിയാണ്. ഭരതമുനി. 1857 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത്. ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് താന്തിയ തോപ്പിയാണ്. താന്തിയ തോപ്പി. തോമസ് കപ്പ് ഏത് കായികനുമായി ബന്ധപ്പെട്ടതാണ്? തോമസ് കപ്പ് ഓപ്ഷൻ എ ബാഡ്മിന്റണുമായി ബന്ധപ്പെട്ടതാണ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ഓപ്ഷൻ ഡി ജി ശങ്കരക്കുറുപ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഭക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ഏത് നദിയിലാണ്? ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ് ആണ്. ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി പ്രവർത്തിക്കുന്നത്? ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ചണ്ഡീഗഡ് ആണ് കേട്ടോ. ചണ്ഡീഗഡ്. അതും കറണ്ട് അഫെയർ ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏതാണ്? കിഴക്കേയറ്റത്തെ സംസ്ഥാനമല്ല, സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇറ്റാനഗർ. ഇറ്റാനഗർ. ഇനി അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദരവനം ഏതെല്ലാം നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലം രൂപപ്പെട്ടതാണ്? സുന്ദരവനം ഏതെല്ലാം നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലം രൂപപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ നിക്ഷേപ പ്രവർത്തനം കൊണ്ടാണ് സുന്ദരവനം ഉണ്ടായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഹിമാലയത്തിലെ സോജില ചുരം ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? സ്ഥിരം ചോദിക്കുന്നതാണ്. സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ഏതെല്ലാം
ചുരങ്ങളെ തമ്മിലാണ്? സൗജില ചുരം ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിലാണ് യോജിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ശ്രീനഗറിനെയും കാർഗിലിനെയും. കേരളത്തിലെ ഏത് ജില്ലയിലാണ് വളരെ പ്രസിദ്ധമായ കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ? SCRT ഉള്ളതാണ്. കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ കേരളത്തിലെ ഏത് ജില്ലയിലാണ് പ്രസിദ്ധമായിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മലപ്പുറം. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന മലനിര ഏത്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന മലനിര നീലഗിരി കുന്നുകളാണ്. 2021 മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആര്? കറണ്ട് അഫയർ ആണ്. 2021 മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, PR ശ്രീജേഷ് ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH66 ആണ്. കേരളത്തിലെ ഏറ്റവും ആദ്യം രൂപം കൊണ്ട നഗരസഭ ഏത്? ഓപ്ഷൻ ബി, കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമാണ് ഓപ്ഷൻ ഡി, പാമ്പാടും ചോല. തിരുവനന്തപുരം ജില്ലയിലുള്ള തുറമുഖമാണ് ഓപ്ഷൻ സി, വിഴിഞ്ഞം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷിയുള്ള അണക്കെട്ട് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? ഓപ്ഷൻ സി ആണ്, അതിരപ്പള്ളി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി സ്ഥിരമായി ചോദിക്കുന്നതാണ്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി. പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയുണ്ടാവുന്ന രോഗാവസ്ഥയാണ്. SCRT ഉള്ളതാണ്. പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയുണ്ടാവുന്ന രോഗാവസ്ഥയാണ് ഓപ്ഷൻ സി, എംഫിസിമ. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ് ഓപ്ഷൻ ബി, ലെപ്റ്റോസ്പൈറ. ആഗ്നേയ ഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി, ബീറ്റാ കോശങ്ങൾ. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ രക്തം കട്ടപിടിക്കുന്നു. രക്തം കട്ടപിടിക്കാത്തതോ നിലയ്ക്കാത്തതോ ആയ അവസ്ഥയുടെ കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, APTT. ഓക്കെ. അടുത്തത്, രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിൽ വരുത്തിയത് കേരളത്തിലാണ്. ഇതിന്റെ പേരെന്താണ്? രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിൽ വരുത്തിയത് കേരളത്തിലാണ്. ഇതിന്റെ പേര് ഓപ്ഷൻ എ ആണ് കേട്ടോ, KARSAP. ഓക്കെ, കാൾസാപ്പ്. അടുത്തത്, മസ്തിഷ്കത്തിന്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുവാനുള്ള ഉപകരണം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഇലക്ട്രോ എൻസെഫലോഗ്രാം. ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റമുണ്ടാവുകയും ഓക്സിജൻ സംവഹനശേഷി കുറയുകയും ചെയ്യുന്ന രോഗമാണ് ഏതാണ്? ഓപ്ഷൻ ബി, അരിവാൾ രോഗം. ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റമുണ്ടാകുകയും ഓക്സിജൻ സംവഹനശേഷി കുറയുകയും ചെയ്യുന്ന രോഗമാണ് അരിവാൾ രോഗം. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതകമാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാവുന്നു. ഇത്തരം രൂപമാറ്റം വന്ന കോശങ്ങളെ പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്, നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ. വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗം ഏതാണ്? വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗമാണ് ഓപ്ഷൻ സി, എയ്ഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് 50 GK ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യത്തെ ചോദ്യങ്ങളെല്ലാം അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് എളുപ്പമുള്ള ചോദ്യങ്ങളാണ് അല്ലേ. സയൻസിൻ്റെ ഭാഗത്താണ് പിന്നെയും നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് ആലോചിച്ച് എഴുതുവാനുള്ള ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് സയൻസിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഇത് ഏതൊക്കെ ടൈപ്പിലുള്ള ചോദ്യങ്ങളാണ് PSC ചോദിക്കുന്നത്, ഏത് ഭാഗത്ത് നിന്നാണ്, കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഇതിൻ്റെ റിലേറ്റഡ് പോയിന്റ്സും കൂടെ പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും ഈ ഒരു രീതിയിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്